ഒരു സ്ഥലത്ത് വളരെയധികം വിശ്വാസിയായ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം ഈ പട്ടാളക്കാരന്റെ സീനിയർ ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു, ഗ്രൗണ്ടിന്റെ നടുക്ക് കിടക്കുന്ന ജീപ്പ് എടുത്തിട്ട് ഗ്രൗണ്ടിന്റെ ഒരു കോർണറിലേക്ക് പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വിശ്വാസിയായ പട്ടാളക്കാരൻ പറഞ്ഞു, സാർ എനിക്ക് ഡ്രൈവിംഗ് അറിയത്. ഇദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി സീനിയറായ ഓഫീസർ പറഞ്ഞു, നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ലേ, നിന്റെ ദൈവത്തോട് പറ നിന്നെ സഹായിക്കാൻ. അദ്ദേഹം പ്രാർത്ഥനയോടെ ആ ജീപ്പിനകത്തേക്ക് കയറി എങ്ങനെയൊക്കെയോ ജീപ്പ് ഗ്രൗണ്ടിന്റെ കോർണറിൽ കൊണ്ട് പാർക്ക് ചെയ്തു. ഈ കാഴ്ച കണ്ടതും സീനിയർ ഓഫീസറും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റും മുട്ടയിൽ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും നിന്റെ ദൈവത്തെ വേണം. ഇദ്ദേഹത്തിന് ഭയങ്കര അതിശയം. ഡ്രൈവിംഗ് അറിയാത്തവർക്ക് എങ്ങനെയാ കഷ്ടിച്ചൊക്കെ ഒരു പക്ഷേ ചെയ്യാൻ പറ്റുമായിരിക്കും. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് സാർ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സീനിയർ ഓഫീസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് മാറ്റിയിടാൻ പറഞ്ഞ ജീപ്പിന്റെ എഞ്ചിൻ കേടായിരുന്നു, ഒരു കാരണവശാലും അത് നീങ്ങാൻ സാധ്യതയില്ല. പക്ഷേ നീ വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ, നമ്മൾ ആരാധിക്കുന്നതും സേവിക്കുന്നതും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം നമ്മളോട് പറയും നടക്കത്തില്ല, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ പറയും നടക്കത്തില്ല, എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു.